നിങ്ങളുടെ തലച്ചോറിനകത്ത് ഒരു മിറക്കൽ മോളിക്യൂൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ മാനസികമായ കരുത്തും ഓർമ്മശക്തിയുമൊക്കെ നിയന്ത്രിക്കുന്ന ഒന്ന്, പലരും ശ്രദ്ധിക്കാത്ത, എന്നാൽ നമ്മുടെ പഠനത്തെയും മനോഭാവത്തെയും വരെ സ്വാധീനിക്കുന്ന ഒരു അത്ഭുത തന്മാത്ര. ഇന്ന് നമ്മൾ ആഴത്തിൽ അറിയാൻ പോകുന്നത് ഈ സൂപ്പർ പ്രോട്ടീനെക്കുറിച്ചാണ്, BDNF. അപ്പൊ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം പ്ലാങ്ക് എന്നൊരു മാനസിക കളിയെക്കുറിച്ച് സംസാരിക്കും, പിന്നെ തലച്ചോറിന്റെ അത്ഭുതവളം എന്ന് വിളിക്കുന്ന ഒന്നിനെ പരിചയപ്പെടും, അതിന്റെ സയൻസ് എന്താണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യം എങ്ങനെ കൂട്ടാമെന്ന് നോക്കും. അവസാനം നിങ്ങൾക്കായി ചെറിയൊരു ചലഞ്ചുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. തുടങ്ങുന്നത് ഒരു വ്യായാമത്തിൽ നിന്നാണ്, പക്ഷേ അതിന്റെ യഥാർത്ഥ കളി നടക്കുന്നത് നമ്മുടെ തലച്ചോറിലാണ്. ഒരു കഥ പറയാം. ഡോക്ടർ ജോറിസ് ഒരു ടെഡെക്സ് ടോക്കിൽ പങ്കുവച്ചതാണ്. ജോർജ് എന്നൊരാള് പ്ലാങ്കിയാണ്. അദ്ദേഹത്തിന്റെ ശരീരം വിറയ്ക്കുന്നുണ്ട്, മുഖത്ത് വേദനയുണ്ട്, പക്ഷെ അങ്ങേര് നിർത്തിയില്ല. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു: പ്ലാങ്ക് 90% മനസ്സാണ്. ചുറ്റുമുള്ളവരിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അദ്ദേഹം മനസ്സിനെ ആ വേദനയിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. അപ്പോ എന്താണ് ഈ മാനസികമായ കരുത്തിന്റെയൊക്കെ രഹസ്യം? അത് വെറുതെ ഒരു മനക്കട്ടിയാണോ, അതോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതിനു പിന്നിൽ കൃത്യമായ ഒരു ബയോളജിയുണ്ട്. ആ ഉത്തരമാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരൊറ്റ ചുരുക്കെഴുത്തിലുണ്ട്: BDNF, ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. ഈ വലിയ പേര് കേട്ട് പേടിക്കണ്ട. സിമ്പിളായിട്ട് പറഞ്ഞാല് BDNF എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ ഒരു വളമാണ്. അതെ, ശരിക്കും ഒരു വളം. ചെടികൾക്ക് നല്ല വളമിടുമ്പോൾ അത് തഴച്ചു വളരുന്നില്ലേ? അതേപോലെയാണ് BDNF നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക്, അതായത് ന്യൂറോണുകൾക്ക്. അപ്പോ ഈ വളം എന്തൊക്കെയാണ് ചെയ്യുന്നത്? 1. നമ്മുടെ നിലവിലുള്ള ബ്രെയിൻ സെൽസിനെയൊക്കെ സംരക്ഷിച്ചു നിർത്തും. 2. പുതിയവയെ വളരാൻ സഹായിക്കും. പിന്നെ നമ്മുടെ ഓർമ്മയും പഠിക്കാനുള്ള കഴിവും അതൊക്കെ ഷാർപ്പാക്കുന്നതിൽ ഇതിനൊരു പ്രധാന പങ്കുണ്ട്. ഓക്കേ, ഇനി നമുക്ക് കുറച്ച് സയൻസിലോട്ട് കിടക്കാം. വിഷമിക്കണ്ട, ഞാനിത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോ ഈ BDNFന് 2 രൂപങ്ങളുണ്ട്. ഒന്ന് ഒരു വില്ലൻ, മറ്റേതൊരു ഹീറോ. വില്ലന്റെ പേരാണ് ProBDNF. ഇത് ചിലപ്പോ നമ്മുടെ ന്യൂറോണുകൾക്ക് അത്ര നല്ലതല്ല. പക്ഷേ നമ്മുടെ ശരീരം ഒരു അത്ഭുതമാണ്. അത് ഈ വില്ലനെ മാറ്റി മെച്യൂർ BDNF ആക്കും. ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോ. ഇത് ന്യൂറോണുകളെ സംരക്ഷിക്കുകയും വളർത്തുകയുമാണ് ചെയ്യുന്നത്. ഈ ഹീറോയെ, അതായത് മെച്യൂർഡ് BDNFനെ, നമുക്കൊരു താക്കോലായിട്ട് സങ്കൽപ്പിക്കാം. വെറുതെ ഒരു താക്കോലല്ല, ഒരു മാസ്റ്റർ കീ. തലച്ചോറിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനുമുള്ള പല വാതിലുകളും തുറക്കാൻ പറ്റുന്ന ഒരു കീ. അപ്പോ ഈ താക്കോലിന് ഒരു പൂട്ട് വേണ്ടേ? ആ പൂട്ടാണ് TrkB റിസപ്റ്റർ. ഈ താക്കോല് ആ പൂട്ടിൽ കറക്റ്റായിട്ട് കേറുമ്പോഴാണ് മാജിക് നടക്കുന്നത്. നമ്മുടെ തലച്ചോറിന്റെ വളർച്ചയ്ക്കും ഓർമ്മയ്ക്കും വേണ്ടിയുള്ള സിഗ്നലുകൾ പാഞ്ഞു തുടങ്ങും. അതാണ് സംഭവം. അപ്പോ ഈ BDNF എന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കയ്യിലുള്ള കാര്യം, എങ്ങനെ നമുക്കിതിന്റെ അളവ് കൂട്ടാം, എങ്ങനെ നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യം നമുക്ക് തന്നെ ഒന്ന് ഹാക്ക് ചെയ്യാം. പഠനങ്ങൾ കണ്ടെത്തിയ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നല്ല വ്യായാമം നമ്മുടെ തലച്ചോറിലെ BDNFന്റെ അളവ് 1 2 അല്ല, 3 മടങ്ങ് വരെ വർദ്ധിപ്പിക്കും. 3 times. അതാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നതിനും പുതിയ ഐഡിയകൾ വരുന്നതിനും പിന്നിലൊരു പ്രധാന കാരണം. ഈ ചാർട്ടിലോട്ടങ്ങ് നോക്കിക്കേ. ഭക്ഷണവും നല്ല ഉറക്കമൊക്കെ BDNF കൂട്ടാൻ സഹായിക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ ബാർ കണ്ടോ? വ്യായാമം. അതാണ് ഏറ്റവും വലിയ ബൂസ്റ്റ് തരുന്നത്. ബാക്കി എല്ലാത്തിനേക്കാളും മുകളിലാണ് അതിന്റെ സ്ഥാനം. അപ്പോൾ വ്യായാമം മാത്രമല്ല, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ 5 കാര്യങ്ങളുണ്ട്. ഒരു ലിസ്റ്റ് പോലെ പറയാം. 1. വ്യായാമം, അത് നമ്മൾ കണ്ടു. 2. നല്ല പോഷകാഹാരം. 3. തലച്ചോറിന് ചെറിയ ചെറിയ പണികൾ കൊടുക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. 4. നല്ല ക്വാളിറ്റിയുള്ള ഉറക്കം. പിന്നെ 5ാമത്തേത് ഒരുപാട് സ്ട്രെസ് എടുക്കാതിരിക്കുക. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നാൽ ഫലം അതിലും വലുതായിരിക്കും. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. BDNFന് ഭയങ്കര ഇഷ്ടമുള്ള ചില ഭക്ഷണങ്ങളുണ്ട്. ഒമേഗ-3 അടങ്ങിയ സാൽമൺ പോലത്തെ മീനുകൾ, പിന്നെ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുള്ള ബ്ലൂബെറി, ഡാർക്ക് ചോക്ലേറ്റ്, ഗ്രീൻ ടീ, പിന്നെ നമ്മുടെ അടുക്കളയിലെ സൂപ്പർ സ്റ്റാർ മഞ്ഞൾ. ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലച്ചോറിനൊരു ട്രീറ്റ് കൊടുക്കുന്നത് പോലെയാണ്. ഇനി കേൾക്കാൻ പോകുന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. എല്ലാ വ്യായാമങ്ങളും ഒരുപോലെയല്ല BDNF കൂട്ടുന്നത്.
ശാരീരികമായ അധ്വാനത്തോടൊപ്പം നമ്മുടെ തലച്ചോറും വർക്ക് ചെയ്യേണ്ടിവരുന്ന വ്യായാമങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് യോഗ അല്ലെങ്കിൽ പുതിയൊരു ഡാൻസ് പഠിക്കുന്നത്. അങ്ങനെയുള്ളവ ചെയ്യുമ്പോൾ BDNF ലെവൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇത് നമ്മളെ എങ്ങോട്ടാ തിരികെ കൊണ്ടുപോകുന്നത്? അതെ, നമ്മൾ തുടങ്ങിയ ആ പ്ലാങ്കിന്റെ കഥയിലേക്ക്. അവിടെ ശരീരത്തോടൊപ്പം മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു, ആ പ്ലാങ്കിന്റെ കഥയിലേക്ക്. BDNFന്റെ സയൻസൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു. ഇനി അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ഉപയോഗിക്കാമെന്ന് നോക്കാം. ടെഡ് ടോക്കിന്റെ അവസാനം ഡോക്ടർ ജോ പറയുന്നൊരു കാര്യമുണ്ട്. അടുത്ത തവണ നിങ്ങൾക്ക് കുറച്ചുകൂടി മാനസികമായ കരുത്ത് വേണമെന്ന് തോന്നുമ്പോൾ വെറുതെ ഒരു പ്ലാങ്ക് ചെയ്യുക. 1 മിനിറ്റ് മതി. പക്ഷേ ആ 1 മിനിറ്റിന് നിങ്ങളുടെ തലച്ചോറിനെയും ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തെ തന്നെയും മാറ്റിമറിക്കാൻ കഴിഞ്ഞേക്കും. നോക്കൂ, അറിവ് മാത്രം പോരല്ലോ, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മാറ്റങ്ങളുണ്ടാകുന്നത്. ചെറിയൊരു വ്യായാമം, ഭക്ഷണത്തിലൊരു മാറ്റം, ഒരു പുതിയ ശീലം, ഇതിലൂടെയൊക്കെ നിങ്ങളുടെ തലച്ചോറിലെ ഈ അത്ഭുത തന്മാത്രയെ ഉണർത്താൻ പറ്റും. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ തലച്ചോറിനെ മാറ്റാൻ, അതുവഴി നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ നിങ്ങൾ റെഡിയാണോ?